കീം റാങ്ക് പട്ടിക റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് വിധിയിലെ പരാമർശം തള്ളി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. കളി തുടങ്ങിയാൽ നിയമം മാറ്റാനാകില്ലെന്ന സിംഗിൾ ബെഞ്ച് പരാമർശമാണ് ഡിവിഷൻ ബെഞ്ച് തള്ളിയത്. ഈ സാഹചര്യത്തിൽ ഏറ്റവും പുതിയ ചില ഡെവലപ്മെൻറ്റ്സ് കൂടി എത്തുന്നുണ്ട്. അതിലേക്ക് കൂടി നമുക്കൊന്ന് പോകാം. ഉമേഷ് വിവരങ്ങളുമായി ചേരുകയാണ്. ഉമേഷ്, ഈ കീം പരീക്ഷയുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ അപ്പീൽ തള്ളി എന്നതാണ് ഏറ്റവും പുതിയ വിവരം. എന്തൊക്കെയാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ? അതെ അജിംഷാദ്, ഇന്ന് മണിക്കൂറുകളോളം ഡിവിഷൻ ബെഞ്ച് മുമ്പാകെ വാദം കേട്ടു. സർക്കാരിൻ്റെ വാദവും ഹർജിക്കാരുടെ വാദവും ഡിവിഷൻ ബെഞ്ച് വളരെ വിശദമായി കേൾക്കുകയുണ്ടായി. സർക്കാർ ചൂണ്ടിക്കാണിച്ചത് ഇത് കുട്ടികൾക്കിടയിലുള്ള അസമത്വം, മാർക്ക് സംബന്ധിച്ച ചില അസമത്വങ്ങൾ നിലനിന്നിരുന്നു, അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ പുതിയ ഫോർമുല കൊണ്ടുവന്നത് എന്നുള്ളതായിരുന്നു. CBSE സ്റ്റേറ്റ് സിലബസ് ഏത് ബോർഡിന് കീഴിൽ പരീക്ഷ എഴുതിയാലും മാർക്ക് ഏകീകരിക്കുന്ന രീതിയിലുള്ള പുതിയ ഫോർമുല എന്നുള്ള നിലയിലായിരുന്നു അത് കൊണ്ടുവന്നത്. അതോടെ ഈ വലിയ അസമത്വം ഒഴിവാവും, അതിനുവേണ്ടിയാണ് ആ ഫോർമുല കൊണ്ടുവന്നത് എന്നുള്ളതായിരുന്നു സർക്കാർ വാദം. എന്നാൽ ഇതിനെ ഹർജിക്കാർ എതിർത്തു. അതായത് നേരത്തെ സിംഗിൾ ബെഞ്ചിൽ ഹർജി സമർപ്പിച്ചവർ ഈ സർക്കാരിൻ്റെ ഈ പുതിയ വാദത്തെയും എതിർക്കുകയാണ് ഉണ്ടായത്. ഇത് CBSE വിദ്യാർത്ഥികൾക്ക് കിട്ടിയിരുന്ന വലിയ വെയിറ്റേജ് അത് ഇല്ലാതാക്കും എന്നുള്ളതാണ് ചൂണ്ടിക്കാണിച്ചത്. നേരത്തെ സിംഗിൾ ബെഞ്ച് മുമ്പാകെയും സമാന വാദം തന്നെയാണ് അവർ ഉയർത്തിയത്. അതായത് മാർക്ക് ഏകീകരണത്തിനുള്ള പുതിയ സമവാക്യം CBSE വിദ്യാർത്ഥികൾക്ക് മുമ്പുണ്ടായിരുന്ന വെയിറ്റേജ് നഷ്ടമാക്കി. പരീക്ഷാ പ്രോസ്പെക്ടസിലെ നിർദ്ദേശത്തിന് വിരുദ്ധമാണ് പുതിയ സമവാക്യം എന്നൊക്കെ അവർ നേരത്തെയും ചൂണ്ടിക്കാട്ടി. ഇപ്പോഴും അത് തന്നെയാണ് സർക്കാർ വാദത്തെ എതിർത്തുകൊണ്ട് ഈ ഹർജിക്കാർ ഉയർത്തിയത്. അവസാന നിമിഷമാണ് പ്രോസ്പെക്ടസിൽ ഈ മാറ്റം വരുത്തിയത്. അത് വലിയ ബുദ്ധിമുട്ട് ഈ റാങ്കിൽ വന്നവർക്ക്, മുന്നിൽ വന്നവർക്കെല്ലാം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളതാണ് അവരും ചൂണ്ടിക്കാണിച്ചത്. CBSE വിദ്യാർത്ഥികളുടെ അവകാശം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. പുതിയ രീതി പ്രകാരം ആ നഷ്ടം സംഭവിക്കുന്നു എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാട്ടിയത്. ഈ സാഹചര്യത്തിൽ ആ വാദം തന്നെയാണ് ഡിവിഷൻ ബെഞ്ച് കണക്കിലെടുത്തത്. ഈ ഘട്ടത്തിൽ ഈ സിംഗിൾ ബെഞ്ചിൻ്റെ വിധിയിൽ ഇടപെടാൻ കഴിയില്ല എന്ന നിലപാടാണ് ജസ്റ്റിസ് അനിൽ K. നരേന്ദ്രൻ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചും നിലപാടെടുത്തിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ സർക്കാരിൻ്റെ അപ്പീൽ ഡിവിഷൻ ബെഞ്ച് തള്ളിയിരിക്കുകയാണ് അജിംഷാദ്. അതുമാത്രമല്ല, ഈ മാർക്ക് ഏകീകരണത്തിന് അടിസ്ഥാനമാക്കിയ റിപ്പോർട്ടുകളൊക്കെ ഹാജരാക്കണം എന്നതടക്കം നേരത്തെ കോടതി പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഭാഗമായി സർക്കാർ മുമ്പോട്ട് വെച്ച വാദങ്ങളെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളാണ് യഥാർത്ഥത്തിൽ ഉമേഷ് നേരത്തെ നൽകിയത്. അതായത് ഈ CBSEയിലെയും സംസ്ഥാന സിലബസിലെയും കുട്ടികൾ തമ്മിലുള്ള സമത്വം ഉറപ്പാക്കാനാണ്, അല്ലെങ്കിൽ അസമത്വം ഇല്ലാതാക്കാനാണ് ഇത്തരത്തിലുള്ള സംവിധാനം. ആദ്യ 10 തന്നെ സംസ്ഥാന സിലബസിലുള്ള കുട്ടികൾ തള്ളപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടാകും. ഇതൊക്കെയാണ് ആശങ്കകളായി ഇതിന് നിദാനമായി സർക്കാർ ചൂണ്ടിക്കാണിച്ചത്. ഇതിനെയൊക്കെ പാടെ അവഗണിക്കുകയാണോ ഡിവിഷൻ ബെഞ്ച് ചെയ്തത്? ഈ സിംഗിൾ ബെഞ്ചിൻ്റെ വിധിയിൽ ഇടപെടാനാകില്ല എന്ന് എന്ത് നിയമവകുപ്പിലാണ് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത് ഉമേഷ്? സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന വാദങ്ങൾ ഈ ഘട്ടത്തിൽ കണക്കിലെടുക്കാൻ കഴിയില്ല എന്നാണ് ഡിവിഷൻ ബെഞ്ചിൻ്റെ നിരീക്ഷണം. ഇത് സർക്കാർ ചൂണ്ടിക്കാട്ടിയത് വിദഗ്ധ സമിതിയുടെ പഠന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മാർക്ക് ഏകീകരണം പുതിയ ഫോർമുല കൊണ്ടുവന്നത് എന്നുള്ളതാണ്. ആ റിപ്പോർട്ട് ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചു. സർക്കാർ റിപ്പോർട്ട് ഹാജരാക്കുകയും ചെയ്തു. അത് കോടതി വിശദമായി പരിശോധിച്ചു. ആ ഘട്ടത്തിൽ ഈ സർക്കാരിൻ്റെ അപ്പീലിനെ എതിർക്കുന്ന എതിർകക്ഷികൾ ചൂണ്ടിക്കാണിച്ചത് ഈ ഫോർമുലയിൽ മാറ്റം വരുത്താൻ ഒരിക്കലും വിദഗ്ധ സമിതി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇത് ആവശ്യമായ പഠനം നടത്തണം, അതിനുശേഷം മാത്രമേ ഫോർമുല മാറ്റാൻ പാടൂ എന്നുള്ളതാണ് ആ വിദഗ്ധ സമിതി റിപ്പോർട്ടിൽ പറയുന്നത്. പക്ഷേ സർക്കാർ ഫോർമുല മാറ്റി അവസാന നിമിഷമാണ് അങ്ങനെ പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്തിയത് എന്നാണ് ഈ ഇതിനെ സർക്കാരിൻ്റെ അപ്പീലിനെ എതിർക്കുന്നവർ കോടതിയിൽ വാദമായി ഉന്നയിച്ചത്. അത്തരം വാദങ്ങൾ കൂടി പരിഗണിച്ചാണ് കോടതി ഇപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനത്തിൽ എത്തിയിരിക്കുന്നത്. നിലവിൽ സർക്കാർ ഉന്നയിക്കുന്ന വാദങ്ങൾ കണക്കിലെടുക്കാൻ കഴിയില്ല, അത് നിലനിൽക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ സിംഗിൾ ബെഞ്ചിൻ്റെ വിധിയിൽ ഇടപെടാനില്ല. ഈ റാങ്ക് പട്ടിക റദ്ദാക്കിക്കൊണ്ടുള്ള ആ സിംഗിൾ ബെഞ്ച് വിധി നിലവിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ശരിവച്ചിരിക്കുകയാണ്. തീർച്ചയായും കീമിൽ സ്റ്റേ ഇല്ല. കീമിലെ സർക്കാരിൻ്റെ ഹർജി തള്ളുകയാണ് ഡിവിഷൻ ബെഞ്ച് ചെയ്യുന്നത്. സിംഗിൾ ബെഞ്ചിൻ്റെ വിധിയിൽ ഇടപെടാനാകില്ല എന്നതാണ് ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ അറിയിക്കുന്ന നിലപാട്.